വചനം തിരുവചനം മാനവരക്ഷാവചനം. ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. കുറച്ച് സമയം കൊണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശുകളെ എങ്ങനെ നമുക്ക് മഹത്വീകൃതമാക്കാം, എങ്ങനെ നമുക്ക് ദൈവഹിത പ്രകാരം സ്വീകരിക്കാൻ പറ്റും എന്ന്. അതിനാദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയണത്, പഴയ നിയമത്തിൽ എൻ്റെ ഇങ്ങനെ വായിച്ചു നോക്കി ഞാൻ കണ്ടെത്തിയതിൽ 3 ഭാഗത്ത് കറക്റ്റായിട്ട് ഈശോയുടെ പീഡാസഹനത്തെ, കുരിശുമരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഭാഗമുണ്ട്. ഇത് അച്ഛൻ പറഞ്ഞ പോലെ സങ്കീർത്തനം 22 അതിൽ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഭാഗങ്ങൾ കറക്റ്റായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് പഴയ നിയമത്തിൽ. അതോടൊപ്പം ഏശയ്യായുടെ പ്രവചനം 53-ാം അധ്യായത്തിലുണ്ട്. അതിൻ്റെ കൂടെ സെക്കറിയ 12:10 തിരുവചനം. അങ്ങനെ 3 എണ്ണമാണ് എനിക്ക് കൂടുതൽ ടച്ചായിട്ട് തോന്നിയതിൽ. അതിലേറ്റവും കൂടുതലായിട്ട് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഏശയ്യ 53-ൻ്റെ ആ ഭാഗങ്ങളാണ്. അതിൽ തുടക്കം തുടങ്ങി പറയണതെല്ലാം 53:4 അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതില്ല, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. എന്നാൽ ദൈവം അവനെ പ്രകരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആ അധ്യായം മുഴുവൻ ഈശോയുടെ കുരിശുമരണമാണ് നമ്മളോട് മുൻകൂട്ടി പറഞ്ഞു തന്നത്. ഇനി അതിൽ 10-ാമത്തെ തിരുവചനമുണ്ട്, 53-ന്റെ തന്നെ 10. അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. ഈ വചനമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയണത് നോക്കി, അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അതിൻ്റെ അർത്ഥം എന്താ? ഈശോയ്ക്ക് അനുവദിക്കപ്പെട്ട കുരിശ് ദൈവപിതാവ് അനുവദിച്ചതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ദൈവപിതാവ് തന്നെയാണ് തൻ്റെ മകനെ കുരിശുമരണത്തിന്. ഇത് നമുക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ ഈശോ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം പഴയ നിയമഭാഗത്തിലാണ് പറയണത്. അതിനുശേഷമാണ് ഈശോയുടെ ജനനം വരണത്. അതിനുശേഷം പറയണ നോക്കി, പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു. ഈശോ തൻ്റെ ദൈവപിതാവ് വെളിപ്പെടുത്തിയ കുരിശുമരണം മുൻകൂട്ടി കാണുമ്പോൾ കൂട്ടത്തിൽ കണ്ടത് എന്താ? തൻ്റെ സന്തതി പരമ്പരകൾ, അതായത് അതിനുശേഷം ഭൂമിയിൽ വരുന്ന എല്ലാ മക്കളെയും അങ്ങനെ കണ്ടതുകൊണ്ട് തന്നെ അർപ്പിക്കുമ്പോൾ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകണ കുരിശുകൾ അത് നമ്മൾ എങ്ങനെ എടുക്കണ്ടേ? ദൈവപിതാവിൻ അനുവദിച്ച കുരിശ് ഈശോ പാപപരിഹാര ബലിയായി എടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ നമ്മുടെ തലമുറയിൽ സംഭവിച്ചു പോയ പാപങ്ങൾക്ക് പരിഹാരം, അതായത് 1-ാം പ്രമാണ ലംഘന മേഖല നമ്മുടെ തലമുറകളിൽ നടന്നിട്ടുണ്ടാവാം. ഇന്ന് നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോണ സാഹചര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ 2 കാര്യത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ഇതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ എന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെ മേഖലയിലുള്ള കുരിശായിരിക്കാം, ചിലപ്പോൾ ജീവിത പങ്കാളിയോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, സാമ്പത്തിക മേഖലയിലുള്ള ബുദ്ധിമുട്ടായിരിക്കാം, നമ്മളിൽ തന്നെ ചില ബലഹീനതകളെ അല്ലെങ്കിൽ ചില തഴക്കദോഷങ്ങളെ ഇതൊക്കെ അതിജീവിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം ഇന്ന് നമ്മൾ ഓരോരുത്തരും നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന കുരിശ്. ഈ കുരിശ് നേരിടേണ്ടി വരുമ്പോൾ അതിനെ സമചിത്തതയോടുകൂടി നേരിടണമെങ്കിൽ എന്ത് ബോധ്യം നമുക്കുണ്ടാവണം? ഇത് നമ്മളുടെ തലമുറകളുടെ പാപപരിഹാരമാണ്. ഇനി എൻ്റെ കുടുംബത്തിൻ്റെ തലമുറ എത്ര വർഷമുണ്ടോ ആ വർഷം മുഴുവൻ വരാനുള്ള സന്തതി പരമ്പരകൾക്ക് വേണ്ടി അവർക്ക് ദീർഘായുസ് ഉണ്ടാകാനും വേണ്ടിയാണ്. ഈ ബോധ്യം ഉണ്ടായാൽ നമ്മളുടെ ജീവിതത്തിലെ കുരിശ് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ? നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല.
അതുകൊണ്ട് ഈ ബോധ്യം തരാനായിട്ട് പരിശുദ്ധാത്മാവിനോട് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സക്കറിയ 12:10 വചനം. എന്തുകൊണ്ടും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്, ബോധ്യങ്ങൾ നൽകുന്നത് എപ്പോഴും പരിശുദ്ധാത്മാവാണ്. സക്കറിയ 12. ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ ഞങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതന് പ്രതി എന്ന പോലെ അവൻ കരയും, ആദ്യജാതന് പ്രതി എന്ന പോലെ ദുഃഖത്തോട് വിലപിക്കും. അതായത് എന്തിന്റെ കൃപ കൊടുക്കണേ? ജെറുസലേം നിവാസിന് കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം അത് നൽകിയതിനു ശേഷമാണ് അവർ ഈ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി നിൽക്കണത്, അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയും പ്രാർത്ഥനയുടെ ചൈതന്യവും നമ്മളിൽ വരുമ്പോഴാണ് മുറിവേറ്റപ്പെട്ട ഈശോയെ നോക്കാൻ നമുക്ക് പറ്റുള്ളൂ, അല്ലേ? അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ കുരിശ് നമുക്ക് എടുക്കാൻ പറ്റണത്. അപ്പം അനുദിന ജീവിതത്തിലെ കുരിശുകൾ എടുക്കാൻ ആദ്യം പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരണം. എൻ്റെ കഴിഞ്ഞ തലമുറയിലെ പാപങ്ങളുടെ പരിഹാരം എൻ്റെ വരാൻ പോണ തലമുറയ്ക്ക് ദീർഘായുസ് ഉണ്ടാവാൻ, നന്നായി ജീവിക്കാൻ ഞാനിത് എടുത്തേ മതിയാവൂ. ഈ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈശോ ഒരു പരാതിയും കൂടാതെ കുരിശെടുത്തത്, സമചിത്തതയോടെ എടുത്തത്. ഈശോ സമചിത്തതയോടെ കുരിശെടുത്തത്, അല്ലേ? നമുക്ക് ആ കുരിശുമരണത്തിൻ്റെ ഭാഗത്തിലൂടെ പുതിയ നിയമത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരു പരാതിയും പറഞ്ഞില്ല. അതോടൊപ്പം എതിർത്ത് പറയാവുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ചുള്ള ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമൊക്കെ ഒരുപാട് മറുപടി പറയായിരുന്നു, അല്ലേ? അവിടെ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഈശോ കുരിശ് വഹിച്ചു, പരാതി കൂടാതെ സഹിച്ചു, സമചിത്തതയോടെ സഹിച്ചു. ഇതാ ഈശോയുടെ കുരിശ് മരണത്തിൻ്റെ കുരിശ് വഹിക്കലിൻ്റെ പ്രത്യേകത. ഇതേ പ്രത്യേകത നമ്മുടെ കുരിശ് വഹിക്കലിന് ഉണ്ടെങ്കിൽ മാത്രമേ ഈശോ ലോകം മുഴുവനെ രക്ഷിച്ചതുപോലെ നമ്മൾ ഏത് നിയോഗത്തിലാണോ നമ്മുടെ കുരിശെടുക്കണേ, നമ്മുടെ തലമുറകളെ, നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. കുരിശിൻ്റെ വലുപ്പമല്ല എടുക്കണ മനോഭാവം തമ്പുരാന് വലുത്. എനിക്ക് കിട്ടണ നിസാരങ്ങളായ അറ്റ്ലീസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു പ്രോബ്ലം ഇല്ലേ, അതുമാത്രം ഞാനത് ശരിക്കും എടുക്കാൻ തീരുമാനിച്ചാൽ മതി. എനിക്കൊരു ഇൻറ്റൻഷൻ ഉണ്ട്, എൻ്റെ തലമുറ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ഭാവി, എൻ്റെ വീട്ടിലെ സാമ്പത്തിക കടബാധ്യത, എൻ്റെ വീട്ടിലെ രോഗാവസ്ഥ, ഇതിനു വേണ്ടി എന്ന് പറഞ്ഞ് ഏറ്റവും നിസാരമായ ഒരു കുരിശ് ഞാൻ എടുക്കാൻ തയ്യാറാവുന്ന മൊമെൻറ്റിൽ ഈശോ കുരിശിലൂടെ നേടിയെടുത്ത ആ രക്ഷയുടെ അതേ ഫലം എൻ്റെ തലമുറയിലേക്ക്, എൻ്റെ മക്കൾക്ക് ലഭിക്കും. അതാ ഈ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരണേ. ഈ ബോധ്യം കിട്ടിയ വ്യക്തിക്ക് കുരിശുകളെ വേണ്ട വിധത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. കുരിശുകൾ എല്ലാവരും എടുക്കും, ജീവിച്ചേ പറ്റൂ, അല്ലേ? വിവാഹം കഴിഞ്ഞു, മരണം വരെ എന്ന് നമ്മൾ പറഞ്ഞേക്കണേ, അല്ലേ? സാധാരണ രീതിയിൽ മരണം വരെ എത്തിക്കണം, അല്ലേ? അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് എനിക്ക് എങ്ങനെ വേണമെങ്കിലും എത്തിക്കാം, അതെൻ്റെ ഇഷ്ടം, അല്ലേ? അവിടെ എനിക്ക് ഈ ബോധ്യം കിട്ടിയാൽ ഞാൻ മരണം വരെ ജീവിക്കും, ദൈവഹിതപ്രകാരം ജീവിക്കും. എൻ്റെ കുരിശ് എനിക്ക് സന്തോഷമാണ്. കാരണം ഈശോ കുരിശ് വഹിച്ചപ്പോൾ ഈശോ പരാതി പറയാതിരുന്നത് ആത്മാവിൽ ഈശോയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായം 23 ആ വാക്യത്തിലാണെന്ന് തോന്നുന്നു, ഈശോ കുരിശു മരണത്തിൻ്റെ സമയത്ത് ഗത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഒരു ദൂതനെ അയച്ച് ശക്തിപ്പെടുത്തുന്ന ഭാഗമുണ്ട്. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ 22:43 എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവഹിതം പ്രകാരം കുരിശ് വഹിക്കുമ്പോൾ സമചിത്തതയോടെ സ്വീകരിക്കാനുള്ള ശക്തിയാ ഈശോയ്ക്ക് കൊടുത്തതാ. ദൂതനെ അയച്ച് ദൈവപിതാവ് കൊടുത്തെങ്കിൽ ഇന്ന് ഈശോ ബോധത്തോടു കൂടെ പരിഹാരമായിട്ട്, തലമുറകളെ രക്ഷിക്കാനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ ചെറിയ സഹനങ്ങൾ പോലെ ഏറ്റെടുക്കുമ്പോൾ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ആ വലിയ കൃപ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ തലമുറയിലേക്ക് കടന്നു വരും. അപ്പോൾ ഇപ്പോഴും ഈ ബോധ്യത്തോടു കൂടി കുരിശ് വഹിക്കാൻ, കുരിശെടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഇതുവരെ പോയത് കുഴപ്പമില്ല, ഇനി ഒരു ചെറുതുപോലും ഞാൻ നിസ്സാരാക്കാൻ പാടില്ല, പരാതി പറയാൻ പാടില്ല, സമചിത്തത കൈവിടാൻ പാടില്ല. അങ്ങനെ എടുക്കണം. ഈ ബോധ്യം മതി നമുക്ക് കൃപ ലഭിക്കാൻ. ബോധ്യം തരണത് പരിശുദ്ധാത്മാവാണ്. ബോധ്യം വരുമ്പോൾ നമ്മൾ ആശ്രയിക്കും, നമുക്ക് തനിയെ പറ്റില്ല എന്ന്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ചെറിയ കാര്യങ്ങൾ
ഇതേ ഇൻറ്റൻഷനിൽ നമ്മൾ എടുക്കാൻ തുടങ്ങുമ്പോൾ അത് തലമുറയ്ക്ക്, കുടുംബങ്ങൾക്ക്, മക്കൾക്കൊക്കെ രക്ഷ പകരും, അല്ലെങ്കിൽ അവരുടെയൊക്കെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ ഇപ്പോഴും നമ്മളുടെ സഹനങ്ങളൊക്കെ ഇതുപോലെ എന്തെങ്കിലും നിയോഗമായിട്ട് നമ്മൾ എടുക്കണം. ഏത് കാര്യത്തിനാണോ ഞാൻ രാപ്പകലില്ലാതെ പ്രാർത്ഥിക്കണേ, ഏത് കാര്യത്തിനാണോ എൻ്റെ കണ്ണീര് തോരാതെ ഒഴുകിക്കൊണ്ടിരിക്കണേ, ആ കാര്യത്തിന് എനിക്ക് അനുവദിക്കപ്പെട്ട കുരിശ് ഞാൻ നിയോഗം വെച്ചെടുക്കാം. അപ്പോൾ കുരിശിൻ്റെ മഹത്വത്തിൽ നമ്മൾ മഹത്വീകരിക്കപ്പെടും, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. 11-ാമത്തെ വചനം. തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് 53:11 ഏശയ്യ. തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തരാകും. അതിൽ ഈ ഒരു വചനം, തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. തൻ്റെ കഠിനവേദന എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഈ കുരിശ, നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഈ കുരിശ. അതിൻ്റെ ഫലം കണ്ട് സംതൃപ്തരാകും. നമുക്ക് സംതൃപ്തി അനുഭവിക്കാൻ പറ്റും. നമ്മുടെ മക്കൾ നന്നായി പോണത് കാണുമ്പോൾ, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ കാണുമ്പോൾ, നമ്മുടെ തലമുറകൾ വിശദീകരിക്കപ്പെടുന്നത് കാണുമ്പോൾ ആർക്ക് അനുഭവിക്കാൻ പറ്റും? നമുക്ക് തന്നെ കഠിനവേദന, നമ്മൾ ഏറ്റെടുത്ത ഓരോ വേദനയുടെയും ഫലം അനുഭവിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുള്ള വചനം, മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും, ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാവികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാവഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം, അതായത് മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും. നമുക്ക് തരണതാണ് അത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ എടുക്കുമ്പോൾ നമുക്ക് തരണതാണ് മഹാന്മാരോടൊപ്പം അവകാശം. ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. അതായത് നമ്മൾക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ദൈവപിതാവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് അനുഭവിക്കാൻ ദൈവം അവസരം തരും, അനുവദിച്ചു തരും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിക്കുകയും പാവികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു എന്ന് വെച്ചാൽ ഈശോ ചെയ്ത കാര്യം ഇവിടെ പറയണം. ഇതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുത്തു. സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ പോകണമെങ്കിലും സമചിത്തതയോടെ നമ്മൾ പോയി ഭാവി തലമുറേനെ നമ്മൾ രക്ഷിച്ചെടുത്തു. അങ്ങനെയാണെങ്കിൽ പാപികളോട് എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. നമ്മൾ കടന്നു പോണ ഈ സാഹചര്യം അവസാനിക്കുന്നതാണോ പറയണേ? അല്ല. കുരിശിൻ്റെ വഴി എവിടെ വരെ വേണമെന്നാ? മരിച്ച് കുരിശിൻ്റെ അടയാളത്താൽ മുദ്ര ചെയ്തപ്പെട്ട് ഈശോയുടെ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് വരെ വേണം. അതുവരെ നമ്മൾ ഈ കുരിശ് ഏറ്റെടുത്ത് ലോകത്തിന് വേണ്ടി, മറ്റു മനുഷ്യർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ച് രക്ഷ നേടാൻ പറ്റുക. ഇതാണ് കുരിശ് വഹിക്കണേന് നമ്മൾ എടുക്കേണ്ട രീതി. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ എടുക്കുന്നത്. ഇങ്ങനെ എടുക്കണ നമുക്കില്ലേ ഒരിക്കലും പരാതി പറയാൻ പറ്റില്ല, ഒരിക്കലും പരാതി പറയാൻ പറ്റില്ല. കാരണം അതിൽ വലിയ നന്മ നമ്മുടെ മുൻപിലുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ കുരിശ് വഹിക്കൽ സമചിത്തതയോടുകൂടി വഹിക്കാൻ പറ്റും. സമചിത്തത എന്ന് ഉദ്ദേശിക്കുന്നത് പരാതി പറയണത് ഒരു രീതി. രണ്ടാമത് ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങളോട് പെട്ടെന്ന് ദേഷ്യം വരും ഇല്ലേ? ചില സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ നോക്കും. കാരണം എന്താ? അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാവുമ്പോൾ, ഈശോയുടെ കുരിശ് നിയോഗം വെച്ച് നമ്മൾ എടുക്കുമ്പോൾ ഈ സമചിത്തത നമുക്ക് കൈവരും. ഒഴിവാക്കേണ്ട വരില്ല, ദേഷ്യപ്പെടേണ്ട വരില്ല. നമ്മുടെ മുൻപിലേക്ക് നമുക്കതിലൂടെ കിട്ടുന്ന നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയ നന്മ കിട്ടുമ്പോൾ തമ്പുരാൻ വചനത്തിൽ പറയുന്നത് അങ്ങനെയല്ലേ? നിധി കണ്ടെത്തിയപ്പോൾ കയ്യിലിരിക്കണതെല്ലാം വിറ്റ് അത് നേടാൻ പോയി. ഇതുപോലെ എൻ്റെ മക്കൾക്ക് സൗഭാഗ്യം കിട്ടും, എൻ്റെ തലമുറ രക്ഷപ്പെടും, ഈ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു അവസാനം വരും എന്നറിഞ്ഞാൽ ആ വഴിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഇന്നിൻ്റെ അനുഭവമല്ല നാളെ, അല്ലേ? ദൈവസ്നേഹം പുതിയതാ, ദൈവ അനുഭവങ്ങളും പുതിയതാ. അവിടെയൊക്കെ ഈ കുരിശിൻ്റെ മാതൃക പിഞ്ചെന്ന് എടുക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അത് ധാരാളം നമ്മളിൽ പ്രവർത്തിക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രവർത്തിക്കാനുള്ള തടസ്സം മാത്രമാണ് ഇന്ന് നമ്മളെല്ലാവരും
ഈ കുരിശിൻ്റെ വഴീനെ വെറുക്കണത്. ലേഖനത്തിൽ പറഞ്ഞതുപോലെ കുരിശിൻ്റെ വഴി എന്തായി മാറണേ? ബോഷത്തായി മാറണത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ മക്കളിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് മാത്രം. കാരണം പിശാച് എന്തൊക്കെ കെണികൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചാലും അതിന് ഓപ്പോസിറ്റ് റോമ 8:28 തിരുവചനത്തിൻ്റെ ഒരു അഭിഷേകം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കും. തമ്പുരാൻ്റെ വചന, അതിൻ്റെ അഭിഷേകം ഏത് അനുഭവങ്ങളുടെ പുറകിലുണ്ട്? നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളുടെ പുറകിലും ആ വചനത്തിൻ്റെ അഭിഷേകമുണ്ട്. അത് കാണാൻ കണ്ണ് തുറപ്പിച്ച് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് കണ്ണ് തുറപ്പിച്ചാലേ ഈ വചനത്തിൻ്റെ അഭിഷേകം കണ്ട് മുൻപിൽ നിൽക്കുന്നത് തീക്കട്ടയാണെങ്കിലും അതിലൂടെ ചവിട്ടി നടക്കാൻ, അതിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ ഏറ്റവും പ്രത്യേകമായിട്ട് ഈശോയോട് ചോദിച്ചു വാങ്ങേണ്ടത് അനുദിന ജീവിതത്തിലെ കുരിശുകൾ തലമുറയുടെ രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി, യുവതിയുവാക്കളുടെ മാനസാന്തരത്തിനൊക്കെ വേണ്ടി, ശുദ്ധീകരണാത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ കാഴ്ചവെച്ച് എടുക്കാൻ, ഏത് ചെറുതായാലും വലുതായാലും. ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ കുരിശുകളെന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാകും നിങ്ങൾ. അപ്പം അത് ഇതുപോലെ എടുത്ത് നമ്മുടെ തലമുറയെ നമ്മൾ രക്ഷപ്പെടുത്തണം. അത് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. തിരുസഭയിൽ ഓരോ തിരുനാളുകളും ഓരോ വിശുദ്ധരുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ ഒക്കെ നമ്മൾ ആചരിക്കുമ്പോൾ അന്ന് ആ സാഹചര്യത്തിന്, കാലഘട്ടത്തിനനുസരിച്ച് ഒരു മെസ്സേജ് തമ്പുരാന് നമ്മളോട് പറയാനുണ്ട്. ഇന്ന് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിന് തമ്പുരാന് പറയാനുള്ളത് അതാ: നിങ്ങളുടെ ഈ ചെറിയ കുരിശുകളെ നിങ്ങൾ ശരിക്കും എടുക്കുക, അങ്ങനെ ഈ ലോകത്തെ രക്ഷിക്കുക, നിങ്ങളുടെ തലമുറയെ രക്ഷിക്കുക, എൻ്റെ രക്ഷാകര കർമ്മത്തിൽ പങ്കുകാരാവുമെന്ന്. അപ്പോൾ ഈശോയുടെ ഈ ആഹ്വാനം സ്വീകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇനി ഈ കുരിശ് ഏറ്റവും നന്നായി സഹിച്ചതാണ് നമ്മുടെ പരിശുദ്ധ അമ്മ, അല്ലേ? കുരിശിൻ്റെ വഴിയിൽ. ഇനി ഈശോയ്ക്ക് തന്നെ നല്ലൊരു സപ്പോർട്ടായിരുന്നു 4-ാം സ്ഥലത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ഈ നമ്മുടെ ജീവിതത്തിൽ കുരിശെടുക്കാനും നമ്മളെ സഹായിക്കുന്നത് ആരാ? പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ബോധ്യം തന്നുകൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നമ്മുടെ കുരിശുകൾ എടുക്കാൻ നമ്മൾ തേടണം. ഈശോയ്ക്ക് കുരിശ് വഹിക്കാനുള്ള ശക്തി നമ്മളിപ്പോൾ ലൂക്ക 22:43 വായിച്ചില്ലേ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം? അതിൽ പറഞ്ഞു ദൂതനെ അയച്ച് ശക്തി കൊടുത്തിട്ടുണ്ടെന്ന്, അല്ലേ? അങ്ങനെ ശക്തി കിട്ടിയ ഈശോ മാതാവ് വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. മാതാവ് വന്നപ്പോൾ തിരിഞ്ഞു നോക്കണത് കാണാം, പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്, അല്ലേ? മാതാവ് വന്നപ്പോൾ തിരിഞ്ഞു നോക്കി. അങ്ങനെയാണെങ്കിൽ ആ അമ്മയുടെ സപ്പോർട്ട് ആർക്ക് ആവശ്യമുണ്ടായിരുന്നു? ഈശോയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. കാൽവരി മലയിലെ ബലി പൂർത്തിയാക്കാൻ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധമ്മയുടെ നോട്ടത്തിലൂടെയുള്ള സപ്പോർട്ടൊക്കെ ഈശോയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ പൂർത്തിയാക്കണമെങ്കിൽ, നല്ല രീതിയിൽ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ആരുടെ സഹായം വേണം? പരിശുദ്ധമ്മയുടെ സഹായം വേണം. കുരിശുകൾ അനുവദിക്കപ്പെട്ടപ്പോൾ ഈശോ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ, സ്വർഗം ആഗ്രഹിക്കുന്ന വിധത്തിൽ സ്വീകരിച്ച പരിശുദ്ധമ്മ തിരുക്കുമാരന് സപ്പോർട്ടായി നിന്നെങ്കിൽ, പരിശുദ്ധമ്മയുടെ മക്കളാണ് നമ്മളെല്ലാവരും, അല്ലേ? നമ്മുടെ ജീവിതങ്ങളിലെ കുരിശ് ദൈവപിതാവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ സ്വീകരിക്കാൻ നമ്മെ ഒരുക്കാൻ അമ്മ റെഡിയാ. പക്ഷെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, നമ്മൾ അമ്മേനെ വിളിക്കാൻ മറന്നുപോകും. അമ്മേനെ ഒന്ന് വിളിച്ചാൽ മതി, ഈ ബോധ്യം നമുക്ക് തരും, എടുക്കാനുള്ള സപ്പോർട്ട്. ഈശോയുടെ അടുത്ത് ചെന്ന് അവിടെ എത്തിയെങ്കിലും ഒരു വാക്ക് പോലും പരിശുദ്ധമ്മ സംസാരിച്ചില്ല, അല്ലേ? സാന്നിധ്യം, നോട്ടം കൊണ്ട് മാത്രം ശക്തി കൊടുത്ത അമ്മ ഇതുപോലെ നമുക്ക് നോട്ടം കൊണ്ടും സാന്നിധ്യം കൊണ്ടും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും ശക്തി തരാൻ തയ്യാറായി നിൽക്കുക. അപ്പോൾ ഈ കുരിശ് സ്വീകരിക്കാനായിട്ട്, ഈശോയുടെ ഹിതപ്രകാരം സ്വീകരിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ തേടണം. ഇതൊക്കെ നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം കേട്ടോ. അമ്മയുടെ സഹായം തേടാൻ, കുരിശെടുക്കാൻ. അല്ലെങ്കിൽ അവരെടുക്കില്ല. ഇന്ന് നമ്മുടെ മക്കളൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട് ഓടുന്നത് കുരിശാണ്. ഇപ്പോൾ സ്കൂളിൽ ഞങ്ങൾ പഠിപ്പിക്കുമ്പോഴില്ലേ, പരീക്ഷയിൽ നിന്ന് എങ്ങനെ എളുപ്പത്തിൽ പോകാമെന്ന് അവർ നോക്കുള്ളൂ. കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതാൻ അവർക്ക് വയ്യ. എളുപ്പത്തിൽ വല്ല മാർഗമുണ്ടോ അത് നോക്കാനേ നോക്കുള്ളൂ. എന്ന് വെച്ചാൽ ഏറ്റവും നിസ്സാരമായ കാര്യത്തിന് പോലും എളുപ്പവഴി കണ്ടുപിടിക്കുന്ന ഒരു തലമുറയാണ് ഇനി നമ്മുടെ മുൻപിലിരിക്കുന്നത്. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് ബോധ്യം കൊടുത്തില്ല എങ്കിൽ കുരിശുകളെ ഒഴിവാക്കാൻ ഏതറ്റം വരെ പോണ ഒരു തലമുറ ഈ ലോകത്ത് വരും. ആ തലമുറയ്ക്ക് വേണ്ടി ഉത്തരം പറയേണ്ട ഒരു നമ്മളാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം
ഇന്നേ ദിനം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുരിശുകൾ എടുക്കാൻ, കുരിശുകളെ മനസ്സിലാക്കാൻ, അത് സ്വീകരിക്കേണ്ട വിധം പഠിപ്പിച്ചു കൊടുക്കാനുള്ള കടമ മാതാപിതാക്കന്മാർക്കുണ്ട്. അത് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളുണ്ട് ഇല്ലേ? ഇന്ന് സ്കൂളിൽ ഞാൻ കാണുന്ന ഒരു ട്രെൻഡാണ്, കുട്ടികൾ എന്ത് ചോദിച്ചാലും അപ്പം റെഡിയാണ്. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ അല്ലേ, നോന്നൊരു വാക്കില്ല. പക്ഷെ പാരൻസ് എത്ര കഷ്ടപ്പെട്ടിട്ട് അവർക്കത് വാങ്ങി കൊടുക്കണേ? ആ മക്കൾ അറിയണുണ്ടോ നിങ്ങളുടെ കഷ്ടപ്പാട്? നിങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തോ, പക്ഷെ അവർക്ക് ബോധ്യം കൊടുത്തിട്ട് കൊടുക്കുക. ഇന്നെൻ്റെ തലമുറയ്ക്ക് പറ്റണ ഏറ്റവും വലിയ തെറ്റാണ്. എല്ലാം കൊടുക്കും. ഇതെങ്ങനെയാണ് ഇത് കൊടുത്തേ? അതിനു വേണ്ടി ഒരു അപ്പനും അമ്മയും ഏറ്റെടുത്ത കഷ്ടപ്പാട് അത് മക്കളെ അറിയിക്കില്ല. അതുകൊണ്ട് എന്താ, കിട്ടിയതിന് അവർക്കൊരു വിലയില്ല, വെറുതെ കിട്ടിയതായിട്ട് അവർക്ക് തോന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ ഇന്ന് ഇത്രയും സ്നേഹത്തോടു കൂടി എല്ലാം കൊടുത്ത് വളർത്തിയ മാതാപിതാക്കന്മാരെ ആവശ്യമില്ലാതാവുമ്പോൾ വൃദ്ധമന്ദിരങ്ങളിൽ കൊണ്ടുവന്ന് ആക്കണത്. അതേസമയം കഷ്ടപ്പാട് അറിഞ്ഞ് വളർത്തിയ വീട്ടിലെ മക്കളില്ലേ, അവരൊരിക്കലും അപ്പനമ്മമാരെ വൃദ്ധമന്ദിരങ്ങളിൽ കൊണ്ടുപോവില്ല. അവരുടെ നല്ല കാലം വരുമ്പോൾ ഈ അപ്പനും അമ്മയ്ക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. പറഞ്ഞ പോലെ വിദേശത്തൊക്കെ ആയിരിക്കാം മക്കൾ, പക്ഷേ സാന്നിധ്യം കൊണ്ടില്ലെങ്കിലും ബാക്കി എല്ലാ രീതിയിലും മക്കളെ നോക്കാനുള്ള എല്ലാ സെറ്റപ്പ് ആക്കി കൊടുക്കും. കഷ്ടപ്പാടറിഞ്ഞ് കുരിശുകൾ എടുക്കാൻ പഠിപ്പിച്ച മക്കളാണെങ്കിൽ. അല്ലാത്ത മക്കൾക്കില്ലേ നമ്മൾ കൊടുത്തതൊന്നും ഒരിക്കലും ഒരു വിലയുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് അത് നല്ല രീതിയിൽ എടുക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഭാവിയിൽ നമ്മുടെ ജീവിതകാലത്ത് തന്നെ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റും, മരണശേഷം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈ ബോധ്യം കൊടുക്കേണ്ട കടമ മാതാപിതാക്കന്മാർക്ക് ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദിവസമാണ്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ബോധ്യത്തിൽ മക്കളെ വളർത്താൻ. മാതൃക കൊടുക്കുക, ഒപ്പം പറയേണ്ട കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം. അവരെടുക്കോ വേദനിക്കോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മൾ പറയേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് ഒരു മാതാപിതാക്കളുടെ കടമയാണ്. പറയേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. മനസ്സിലാക്കേണ്ട സമയത്ത് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇന്ന് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ചെറുപ്പത്തിലെ കുറച്ചൊക്കെ സ്നേഹത്തോടുകൂടി മാതാപിതാക്കന്മാരോട് പെരുമാറും. പക്ഷെ അവർ ഒരുവിധം ഒരു ഹൈസ്കൂളൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാതാപിതാക്കളോട് ആ സ്നേഹമില്ല. അപ്പോഴും അവർക്ക് എല്ലാം കൊടുക്കുന്നത് മാതാപിതാക്കൾ തന്നെയല്ലേ? ആണ്. അമ്മ, ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നതാ, ഒരു മോനും ഒരു മകളും മാത്രമേ ഉള്ളൂ. അമ്മ അത്രയും കഷ്ടപ്പെട്ട് ഇവരെ നോക്കണതാ. ഞങ്ങൾക്കറിയാം അത്രയും കഷ്ടപ്പെട്ടാണ് നോക്കണേന്ന്. ആ അമ്മ വയ്യാതിരിക്കുമ്പോൾ ഒരു ചെറിയ സഹായം, വീട് അടിച്ചു തുടച്ചെങ്കിലും കൊടുക്കാനുള്ള മനസ്സ് കാണിക്കാതെ ഇരുന്ന മകള്. ശരിക്കും മനസ്സങ്ങോട്ട് സങ്കടപ്പെട്ടു പോയി കണ്ടപ്പോൾ. അത്രയും കഷ്ടപ്പെടുന്നത് ഇവർക്ക് വേണ്ടിയെന്ന് ഇവർക്ക് ഉറപ്പാണ്. പക്ഷെ അമ്മ വയ്യാതെ, പനി വന്നിട്ട് ഇരിക്കണേ, പക്ഷെ എണീക്കാൻ പറ്റണില്ലേ അമ്മയ്ക്ക്. ഈ 2 മക്കളും ഫോണും നോക്കി ഇരിക്കുന്നുണ്ട്, ഒരു മോളും ഒരു മോനും. അമ്മ രാവിലെ എണീറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അതവർക്ക് വിഷയമല്ല. ഇന്ന് നമ്മുടെ തലമുറ അങ്ങനെയാണ്. ഇതൊക്കെയല്ലേ കുരിശിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ പോണത് കൊണ്ടാണ്, കഷ്ടപ്പാടിൻ്റെ വില അറിയാതെ പോണത് കൊണ്ടാണ് മക്കൾ അങ്ങനെയായി പോണത്. അപ്പം അങ്ങനെ ഒരു തെറ്റ് നമുക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ കുരിശുകൾ എടുക്കാൻ പഠിക്കണം. അത് നമ്മുടെ മക്കളെ പഠിപ്പിച്ചും കൊടുക്കണം. അവർ പോണ വേദനയുടെ അനുഭവങ്ങൾ, അവർക്ക് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായി സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അതിങ്ങനെയാണ്, അത് ഈശോയുടെ സഹനത്തോട് ചേർത്താലില്ലേ നിനക്കിത് കിട്ടും, നിനക്കിങ്ങനെ കിട്ടും എന്ന് പറഞ്ഞു കൊടുത്താലില്ലേ ആ മക്കൾ എല്ലാ അനുഭവങ്ങളും സ്വീകരിക്കും. അവർ നല്ലവരായിട്ട് വളരും. ഇത്രയും ആത്മഹത്യകൾ ഉണ്ടാവില്ല. കുട്ടികളുടെ ആത്മഹത്യകൾ, ചെറിയ കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണ കുട്ടികൾ, എന്താ അവരുടെ മനസ്സിനൊക്കെ ബലമില്ലാതായി പോണേ? എന്താ കുരിശുകൾ വരുമ്പോൾ അവർ പേടിച്ചു മാറണേ? അതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടവർ നമ്മളാണ് കേട്ടോ. അതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടവർ നമ്മളാണ്. എൻ്റെ മുൻപിലിരിക്കണ നിങ്ങൾ ഓരോ മാതാപിതാക്കളും മക്കളുടെ മനസ്സിന് ബലമില്ലാതെ പോണത്, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ പതറിപ്പോണത്, അത് കുരിശെടുക്കാൻ അവരെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. കുരിശിൻ്റെ മഹത്വത്തിൻ്റെ വില കൊടുക്കാത്തത് കൊണ്ടാണ്, വില പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അതൊക്കെ ഓർക്കണം കേട്ടോ. നമ്മൾ അങ്ങനെ കൊടുത്തൊരു പുതിയ തലമുറേനെ, പ്രതിബന്ധങ്ങളൊക്കെ അതിജീവിച്ച് നിൽക്കണ ഒരു തലമുറേനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ജീവിതാനുഭവങ്ങളുടെ മുൻപിൽ പരാജയപ്പെട്ടു പോകില്ല. അതിൻ്റെ പുറകിലും റോമ 8:28 തിരുവചനത്തിന് അഭിഷേകം ഉണ്ടെന്ന് നമ്മുടെ മക്കൾക്ക് കണ്ടെത്താൻ പറ്റണം. നമ്മുടെ മക്കൾക്ക്
കണ്ടെത്താൻ പറ്റണം. അതുപോലെ കടന്നു പോകുന്ന കഷ്ടപ്പാട്, പഠനത്തിലുള്ള ബുദ്ധിമുട്ടായിരിക്കാം, സാമ്പത്തിക മേഖലയിലുള്ള ബുദ്ധിമുട്ടായിരിക്കാം, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയായിരിക്കാം, എന്തോ ആവട്ടെ, അതൊക്കെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു ബോധ്യം അവർക്ക് കൊടുക്കണം. അപ്പോൾ അവർക്കതിൽ സങ്കടം വരില്ല. ആ അനുഭവത്തിനൊരു വിലയുണ്ടെന്ന് കണ്ടാൽ ആ അനുഭവങ്ങൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് വരില്ല. അതിനെ പരാതി പറഞ്ഞ് പഴിച്ച് മക്കൾ പോവില്ല. അത് നമ്മുടെ പ്രത്യേക കടമയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനൊക്കെ പരിശുദ്ധ അമ്മയെയാണ് നമ്മൾ കൂട്ടുപിടിക്കേണ്ടത്. ഇതോടൊപ്പം ബൈബിളിലൊന്നും എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഓർക്കുക, വിശുദ്ധ ഔസേപ്പിതാവ് നിശബ്ദതയോടുകൂടി കുരിശ് സഹിച്ച വ്യക്തിയല്ലേ? ആണ്. മാതാവിനെ പോലെ അതുപോലെ തന്നെ സഹന ഔസേപ്പിതാവിന് വന്നു. സാഹചര്യം മാറിയെന്നുള്ളൂ. ഔസേപ്പിതാവിൻ്റെ കുരിശും നിശബ്ദതയോടുകൂടി തന്നെ എടുത്തു. ഒരു പരാതിയുമില്ല, സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ എല്ലാം സഹനത്തിൻ്റെ അനുഭവം തന്നെയാണ് ഔസേപ്പിതാവിൻ്റെ ഉണ്ടായത്. ഇനി അതുപോലെ നമ്മൾ ഓരോ ദിവസവും തിരുസഭയിൽ വണങ്ങുന്ന വിശുദ്ധർ, അവരെങ്ങനെ ഇങ്ങനെയായേ? ഇപ്പം ഇതിൽ പറഞ്ഞില്ലേ മഹാന്മാരോടുകൂടെ. ഈ മഹാന്മാരെന്ന് പറയണതല്ലേ തിരുസഭയിലെ വിശുദ്ധർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെ മഹത്വീകരിക്കപ്പെട്ടത്? അവരെങ്ങനെ ഇന്ന് വിശുദ്ധരായി കയറിയത്? ഈ കുരിശ് ഇതുപോലെ എടുത്തത് കൊണ്ടാണ്. എനിക്കെപ്പോഴും ഇഷ്ടമുള്ള കൊച്ചു ത്രേസ്യ പുണ്യവതിയാണ്. ഞാൻ ഇഷ്ടമെന്ന് പറയുന്നുണ്ടെങ്കിലില്ലേ, ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും കൊച്ചു ത്രേസ്യ പുണ്യവതി പറയാറുള്ളൊരു കാര്യമുണ്ട്. ആത്മാക്കളുടെ രക്ഷ, അല്ലെങ്കിൽ ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി. എനിക്ക് അത് ഏറ്റവും ഇഷ്ടം. പക്ഷെ ആ വചനം ആ കൊച്ചു ത്രേസ്യ പുണ്യവതി ഉച്ചരിച്ചത് അതൊരു കൃപയായി നമ്മളിൽ വന്നാലില്ലേ, എനിക്ക് ഭയങ്കര അനുഭവമാണ്. എന്നെക്കൊണ്ട് ഒട്ടും പറ്റില്ല എന്നുള്ള സാഹചര്യങ്ങൾ പോലും എൻ്റെ മനസ്സിൽ ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനല്ല ആ സാഹചര്യത്തിൽ. ഞാൻ വിചാരിച്ചേക്കാൾ ഒരുപാട് നന്നായി ആ സാഹചര്യത്തെ അതിജീവിക്കാൻ പറ്റുമായിരുന്നു. എപ്പോഴും ഞാൻ മനസ്സിൽ പറയണ ഒരു കാര്യമാണ്, ബുദ്ധിമുട്ടാണ് ആ സാഹചര്യം എന്ന് കണ്ടാൽ അപ്പം ഞാൻ പറയും ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി. അത് പറയണ മൊമെൻറ്റിലില്ലേ ഞാൻ തന്നെ മാറി വേള ആളാവും. പിന്നെ എനിക്ക് തന്നെ അത്ഭുതമായിരിക്കും ഞാനതെങ്ങനെ ചെയ്തതെന്ന്. അത്രയും പവറുണ്ട് കൊച്ചു ത്രേസ്യ പുണ്യവതി അന്ന് പ്രാർത്ഥിച്ചതിന്. അത് നമ്മളിൽ ഇന്ന് നടക്കും. നമ്മളൊക്കെ വിശുദ്ധരാവാനുള്ളവരല്ലേ? ആണ്. നമുക്കൊക്കെ സ്വർഗത്തിൽ ഈശോ സ്ഥലം റെഡിയാക്കിയിട്ടുണ്ട്. സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞേ? അവിടെ ഇരിക്കാനുള്ള സ്ഥലമാണ്. അത് വിശുദ്ധരുടെ പട്ടികയല്ലേ? സ്വർഗത്തിലുള്ള എല്ലാവരും വിശുദ്ധരായി തിരുസഭ വണങ്ങുന്നവരും സ്വർഗത്തിൽ ആരൊക്കെ ചെന്നിട്ടുണ്ട് അവരൊക്കെ വിശുദ്ധരുടെ പട്ടികയിലുള്ളതാണ്. അതുകൊണ്ടാണ് സകല വിശുദ്ധരുടെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നത്. ഇവരൊക്കെ ഏറ്റെടുത്തത് ഈ കുരിശാണ്. കൊച്ചു ത്രേസ്യ പുണ്യവതിയൊക്കെ ആണെങ്കിൽ തൻ്റെ ജീവിതത്തിലായിരിക്കുന്ന സാഹചര്യത്തിലുണ്ടായ സഹനം മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ എവിടെയും പോയിട്ടില്ല. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, സഹനങ്ങൾ സ്വീകരിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കും നമ്മുടെ സഹനം സ്വീകരിച്ചൂടെ? എന്തു രസമായിരിക്കും. ആ സഹനത്തിൽ കണ്ണീര് മാത്രമല്ല, കണ്ണീര് പുറത്തൊഴുകുണ്ടാവും, പക്ഷെ മനസ്സിന് ആനന്ദം ഉണ്ടാവും. ഇവിടെ നിന്ന് ഞാൻ പറയണുണ്ടെങ്കിൽ അത് വെറുതെ പറയണതല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയണേ. ഇങ്ങനെ നമ്മൾ കുരിശെടുത്താലില്ലേ ഒരു കാര്യം നമുക്ക് ബുദ്ധിമുട്ടല്ല, ഒരു കാര്യം ബുദ്ധിമുട്ടല്ല. കാണുന്ന സ്പോട്ടിൽ നമുക്കത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും മനസ്സിന് വേദന വന്നാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം തമ്പുരാൻ തരും, ഇങ്ങനെ നമ്മൾ കണ്ട് എടുക്കുമ്പോൾ. അപ്പോൾ വിശുദ്ധർ ഇതേ വഴിയിലൂടെ കടന്നു പോയതാണ് ഇന്ന് അവർ സ്വർഗത്തിലെത്തി ഈശോയുടെ മുഖം ദർശിച്ചു കൊണ്ടിരിക്കാൻ. അതേ വിളി നമുക്കുണ്ട് എന്നാണ് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്ന സഹനങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഉയരാനുള്ള ഒരു കടമ നമുക്കുണ്ട്. നമുക്ക് ചെയ്യാം. ഉയർത്തേണ്ടത് ദൈവമാണ്, പക്ഷേ അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ വിശുദ്ധരെ ഇതേപോലെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. വിശുദ്ധരുടെ കാര്യങ്ങൾ പറഞ്ഞ് സ്വീകരിച്ച്, ഇപ്പം ഞാനും പറഞ്ഞു കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ഒരു കുഞ്ഞു കാര്യമല്ലേ, അതൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും അവരുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഇതനുസരിച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പം ഒരു തലമുറയിലേക്ക് ആ ഒരു ചൈതന്യം നമ്മൾ വഴി പകർന്നു കൊടുക്കപ്പെടും. അത് കൊടുത്താൽ അടുത്ത തലമുറയിൽ നിന്ന് വിശുദ്ധരുണ്ടാവുള്ളൂ. ഇപ്പോഴേ അധികം വിശുദ്ധരില്ല, ഇനിയത്തെ ഒരു തലമുറേനെ വിശുദ്ധരുണ്ടാവുമെന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ തലമുറയിലെ മക്കൾക്ക് ദൈവിക കാര്യങ്ങളോട് ഒരു താല്പര്യമില്ല, ഇല്ലാത്ത മക്കളല്ലേ. പക്ഷെ ചെറുപ്പത്തിലേ തുടങ്ങി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ബോധ്യങ്ങൾ കൊടുത്ത്, ഈ എന്ത് വിഷമമായാലും അതിനൊരു ഫലമുണ്ട്, അതിങ്ങനെ എടുക്ക്, നിൻ്റെ പഠനത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ മേഖലയിലേക്ക് എടുത്ത്
പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊന്ന് പറയും. പ്രാർത്ഥിക്കാൻ പറഞ്ഞവർക്ക് പറ്റില്ല, അങ്ങനെയൊന്ന് പറയുന്നെങ്കിലും നമ്മൾ പറഞ്ഞാൽ വെറുതെ അവർ പറഞ്ഞു നോക്കും. അത് ദൈവം അവർക്ക് അനുഭവമാക്കി കൊടുക്കും. അങ്ങനെ അത് അവരുടെ മനസ്സിൽ പതിയും. അങ്ങനെ നമ്മുടെ മക്കൾ ഇനി പള്ളി വരുള്ളൂ, പ്രാർത്ഥിക്കാൻ പോവുള്ളൂ. അല്ലാതെ നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കിട്ടിയത് കൊണ്ട് നമ്മളിവിടെ ഇരിക്കണേ. ഇതുപോലെ നമ്മുടെ മക്കളെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതൊക്കെ നമുക്കുള്ള കടമകളാട്ടോ. നമ്മൾ തനിയെ സ്വർഗത്തിൽ പോവില്ല. ഈ ഏൽപ്പിക്കപ്പെട്ട ആത്മാക്കളെ മുഴുവൻ കൊണ്ടുപോകണം. അല്ലെങ്കിലില്ലേ, നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ കുർബാന ചൊല്ലിച്ചെന്ന് വിചാരിക്കേ, നമ്മളാൽ രക്ഷപ്പെടേണ്ട ആത്മാക്കളെല്ലാം കയറിയിട്ട് നമുക്കത് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അപ്പം അതുകൊണ്ട് തലമുറകൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് നമ്മൾ പകർന്ന് കൊടുത്തിരിക്കണം. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനില്ല. അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ്, മുന്നുള്ളവർ കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഉള്ളവർ അങ്ങനെ ഇല്ല. ഇന്നുള്ള എനിക്ക് ദൈവം തന്നേക്കുന്ന ഉത്തരവാദിത്തം എല്ലാവർക്കും ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പം ആരോടും പറയാനില്ല, ആരെയും പഴി ചാരാനില്ല. നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ കുരിശ് എന്ന് പറയുന്നത് അതിനെ സ്നേഹിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലേ? ഒരു വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം ഞങ്ങൾ സിസ്റ്റേഴ്സ് സാധാരണ വീടുകളിൽ പോകും. അപ്പോൾ ചേട്ടനും അനിയനാണ്. അപ്പോൾ നമസ്കാരങ്ങളൊക്കെ പഠിച്ചോ എന്ന് ചോദിച്ചിട്ട് കുരിശടയാളം വലുതും ചെറുതും ഉണ്ട് അറിയുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ഈ ചേട്ടൻ പറയാണ്, കുരിശടയാളം വലുത് എന്ന് പറഞ്ഞാൽ ചെറുത് എൻ്റെ കഴുത്തിൽ കിടക്കണ കുന്തയുടെ കുരിശ്, വലുത് ഈ നിൽക്കണവൻ എന്ന് വെച്ചാൽ ചേട്ടൻ അനിയനെ ചൂണ്ടിക്കാണിച്ച് തമാശയ്ക്ക് കാണിച്ചേ. പക്ഷെ ഞാനത് ചിന്തിച്ചു, നമുക്കിന്ന് നമ്മുടെ കൂടെയുള്ള എല്ലാവരും കുരിശുകളാണ്, അല്ലേ? ആണ്. കാരണം എന്താ? അവർ പറയുന്നത് നമുക്ക് പറ്റില്ല, നമ്മൾ പറയുന്നത് അവർക്കും പറ്റില്ല. അപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാവരും കുരിശായി മാറണ ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കണേ. അങ്ങനെയാണെങ്കിൽ അത് കുരിശായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടവരാരാ? നമ്മൾ തന്നെയാണ്. തമാശയ്ക്കൊന്നും പറയണതല്ല, തമാശ എന്ന് നമ്മൾ പറയണതാ. റിയലി അങ്ങനെ തന്നെയാണ്. നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് കുരിശുകൾ ഉണ്ടാക്കി കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവർ തമാശ രൂപത്തിൽ നമ്മളോട് പറയണത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ മറ്റുള്ളവർക്ക് കുരിശുകളായി മാറരുത്. നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് ഒന്നും നമ്മൾ മറ്റുള്ളവർക്ക് കുരിശായി മാറാതിരിക്കാനും മറ്റുള്ളവരുടെ കുരിശിൽ അവരെ ആശ്വസിപ്പിക്കുന്നവരായി മാറാൻ, അതായത് ഈശോയുടെ കുരിശ് വഹിക്കൽ പരിശുദ്ധമ്മ ആശ്വാസമായി മാറി, വെറോനിക്ക ആശ്വാസമായി ചെന്നു, ഇല്ലേ? ശിമയോൻ കുരിശ് വഹിക്കാൻ ചെന്നു. ഇതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മക്കളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന കുരിശുകൾക്ക് ആശ്വാസമായി മാറണം എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടി പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഈ കുരിശ്, അതായത് സഹനം എന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് ദൈവം അനുവദിച്ച സഹനങ്ങളല്ല. എല്ലാ കുരിശുകളും നമ്മൾ അനുഭവിക്കുന്നത് ദൈവം അനുവദിച്ചതല്ല. അത് തിരിച്ചറിയാനുള്ള വിവേകം ഇന്ന് ചോദിച്ച് പ്രാർത്ഥിക്കണം, ഈശോയോട് ചോദിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ, ആത്മാക്കളെ വിവേചിച്ചറിയാൻ കൃപ, അത് നമ്മൾ ചോദിച്ച് വാങ്ങണം. കാരണം സഹനങ്ങളെല്ലാം ദൈവം അനുവദിക്കില്ല. നമ്മളുടെ തന്നെ സ്വഭാവങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ട് നമുക്ക് വരുന്നതുണ്ട്. പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തലമുറകളിലൊക്കെ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കുരിശുകളുണ്ട്, ഇല്ലേ? അതിനെയൊക്കെ ദൈവികമാക്കും, ദൈവം ദൈവികമാക്കി തരും. നമുക്ക് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം, തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഇപ്പം മിക്കവരും കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതായത് പലരും വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നോമ്പൊക്കെ എടുത്ത് അത്രയും ഒരുങ്ങി വന്നതാണ്. അങ്ങനെ വന്ന ഒരാലോചന സമ്മതിച്ചവരായിരിക്കും. പക്ഷേ ചെന്ന് കയറി അന്ന് മുതൽ കണ്ണീരാ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും, എന്ത് ചെയ്തിട്ടാ ഇങ്ങനെ? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്, അല്ലേ? അപ്പോൾ ആ വ്യക്തിനെ സംബന്ധിച്ച് ആ കുരിശ് ഏറ്റെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ അവിടെ ആ കുരിശ് എനിക്കിത് വെച്ചത് എന്തുകൊണ്ടാണ് എന്നൊരു ബോധ്യം എനിക്ക് കിട്ടിയാലാ ആ കുരിശ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി അത് എൻ്റെ കുറ്റം കൊണ്ട് വന്ന കുരിശല്ല, ഞാൻ വന്നു കയറിയ വീട്ടിലുണ്ടായ സാഹചര്യം, അല്ലേ? ഞാനൊന്നും ചെയ്യാതെ ഇതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ വന്നിട്ട് എനിക്കിങ്ങനെ വന്നത് ആ വീട്ടിലെ സാഹചര്യം കൊണ്ടാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കുരിശ് എന്തിനു വേണ്ടിയുള്ളതാ?
ആ വേദന എന്തിനു വേണ്ടിയുള്ളതാണെന്ന് തമ്പുരാനോട് ചോദിച്ചറിയണം. നമ്മൾ ചോദിച്ചറിയണം. ഞാൻ ചെന്ന് കയറിയ വീട്ടിലെ തലമുറയുടെ പാപത്തിന് പരിഹാരമായിട്ട് എന്നെ അവിടേക്ക് കൊണ്ടുവന്നേ. അതിനു വേണ്ടി ദൈവം എന്നെ ഉപവാസം പ്രാർത്ഥനയ്ക്ക് എടുപ്പിച്ച് ഒരുക്കിയത് ഈ വീട്ടിലേക്ക് വരാൻ. ഈ ബോധ്യം ഉണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ ഈശോയോട് ചോദിക്കണം, ഇതിൻ്റെ പുറകിൽ എന്താ തമ്പുരാൻ്റെ ഹിതം, ഈ കുരിശിൻ്റെ പുറകിൽ എന്താ തമ്പുരാൻ്റെ ഹിതം. അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റും. എടുക്കണം, നമ്മൾ ആ തലമുറേനെ രക്ഷിക്കണം. ചിലത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. വെറുതെ പോണ വഴിക്ക് കണ്ടതിനെ കയറ്റിയെടുത്തിട്ട് അത് കുരിശാന്ന് പറഞ്ഞാൽ കുരിശാവോ? ആവില്ല. അങ്ങനത്തെ കുരിശുകളുണ്ട്. അതായത് പിശാചൊരുക്കുന്ന കെണികളിൽ പെട്ടിട്ട് വിവേകമില്ലാതെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കാതെ നമ്മൾക്ക് വരുന്ന കുരിശുകളുണ്ട്. ആ കുരിശുകളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. എനിക്ക് അനുവദിക്കപ്പെടാത്തതാണെങ്കിൽ അത് എന്നിൽ നിന്ന് മാറിപ്പോണം. അത് നമ്മൾ അനുഭവിക്കുന്ന രോഗാവസ്ഥകളായാൽ പോലും ദൈവഹിത പ്രകാരമല്ലാതെ എന്നിലേക്ക് അത് കടന്നു വന്നതാണോ എന്ന് തിരിച്ചറിയണം. ദൈവഹിത പ്രകാരമുള്ള സഹനത്തിന് മാത്രമേ വിലയുള്ളൂ കേട്ടോ. ദൈവഹിത പ്രകാരം ദൈവം അനുവദിച്ചു തരുന്ന സഹനത്തിന് മാത്രമേ വിലയുള്ളൂ. ആ സഹനം സ്വീകരിക്കുമ്പോഴാ കുരിശ് മഹത്വീകരിക്കപ്പെട്ട പോലെ നമ്മളും മഹത്വീകരിക്കപ്പെടുകയുള്ളൂ. ഇത് തിരിച്ചറിയാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് മക്കളുണ്ടെന്ന്. എല്ലാം ദൈവം വെച്ചതാന്ന് പറഞ്ഞിരിക്കുക. എല്ലാം ദൈവം വെച്ചതാവില്ല. പക്ഷേ ദൈവം വെച്ചതായില്ല എന്നെനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനത് സ്വീകരിച്ചേ പറ്റൂ. അങ്ങനെ വരുമ്പോഴാണ് തമ്പുരാനിൽ ആശ്രയിക്കുമ്പോൾ ഈ റോമ 8:28, ഞാൻ ഈ വചനം പറയണത് എന്താണെന്നറിയോ? എനിക്ക് ആ വചനത്തിനോട് ഭയങ്കര സ്നേഹമാണ്. എൻ്റെ പല കാര്യങ്ങളിൽ എന്നെ ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു വചന. അങ്ങനെ ഒരു വചനം ഉണ്ട്. അതുകൊണ്ട് ഇതും കടന്നു പോകും, നന്മയ്ക്കായി മാറ്റും. അങ്ങനെ നമ്മൾ കുരിശ് ദൈവം അനുവദിച്ചതല്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കതിനെ അതിജീവിച്ച് പോകാൻ പറ്റില്ല, ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ പിശാചൊരുക്കിയ കെണിയാണെന്ന് എനിക്ക് വ്യക്തമായി. ആ സമയത്ത് എന്ത് ചെയ്യണം? ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്തിൽ നന്മയ്ക്കായി മാറ്റുമെന്ന് വിശ്വസിച്ച് ഞാൻ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ കുരിശ് എന്താവും? ദൈവികമാവും. 8:28 ആ കുരിശ് എന്താവും? ദൈവികമായി മാറും. അതുകൊണ്ട് സഹനങ്ങളെ, കുരിശുകളെ തിരിച്ചറിയാനുള്ള ഒരു ആഹ്വാനം കൂടി പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ സഹനങ്ങളെയും കുരിശുകളെയൊക്കെ തിരിച്ചറിഞ്ഞ് ദൈവം അനുവദിച്ചത് ദൈവഹിത പ്രകാരം സ്വീകരിക്കുമ്പോൾ എൻ്റെ തലമുറ, എൻ്റെ മക്കൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയെല്ലാം അനുഗ്രഹിക്കപ്പെടും. അതല്ലാതെ ദൈവഹിത പ്രകാരമല്ലാത്ത സഹനങ്ങളെ തിരിച്ചറിഞ്ഞില്ലാതെ ഞാനത് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് സമചിത്തതയോടുകൂടി പറ്റില്ല, പരാതി വരും നമ്മളിൽ നിന്ന്. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സാഹചര്യം വരുമ്പോഴാണ് കുരിശ് അനുഗ്രഹമല്ലാതായി മാറുന്നത്. ഈ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് പല മക്കളും കുരിശുകളെ ഭയപ്പെടുന്നത്, സഹനങ്ങളെ ഭയപ്പെടുന്നത്, വേദനകളെ ഭയപ്പെട്ട് ഓടി മാറാനായിട്ട് നോക്കുന്നത്. അപ്പം ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈശോയോട് പ്രാർത്ഥിക്കേണ്ടത് അതാ. എനിക്ക് അനുവദിക്കപ്പെട്ട സഹനങ്ങളെ തിരിച്ചറിഞ്ഞ് അതുപോലെ സ്വീകരിക്കാനുള്ള കൃപ എനിക്ക് വേണം. അത് ചോദിച്ചു വാങ്ങണം. ഇനി എനിക്ക് അനുവദിക്കപ്പെടാത്തത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ദൈവഹിത പ്രകാരം ആക്കി തീർക്കാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കണം. അത് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ അങ്ങനത്തെ കുരിശുകൾ നമുക്ക് നന്നായി സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു തീരും. ഇപ്പോൾ നമ്മൾ മാമോദീസായിലൂടെ കുരിശടയാളത്താൽ മുദ്ര ചെയ്യപ്പെട്ട് ഇനി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള മുദ്ര കുരിശടയാളം കൊണ്ട് കിട്ടാൻ ആഗ്രഹിച്ച പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ എങ്ങനെ പോയാലും നമുക്ക് മുദ്ര കിട്ടും അല്ലേ? എങ്ങനെ മരിച്ചാലും എങ്ങനെ ജീവിച്ചാലും മരിച്ചടക്കപ്പെടുമ്പോൾ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ തന്നെ. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ളൊരു സ്വർഗരാജ്യമുണ്ട്. അതിലേക്ക് എത്തുമെന്നുള്ളതാണ് വിഷയം. അതിലേക്ക് എത്താനാണ് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിലുള്ള എല്ലാ കുരിശുകളും, അനുദിന ജീവിതം മുഴുവൻ കുരിശുകളുടെ തന്നെ ഒരു അഭിഷേകം അല്ലേ? അങ്ങനെ ഒരു വാക്ക് വയ്ക്കാം. അതും ഒരു അഭിഷേകമാണ്. കുരിശുകളുടെ ഒരു അഭിഷേകത്തിലൂടെ കൊണ്ടുപോകണേ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എൻ്റെ പിന്നാലെ വരട്ടെ. ഇതൊക്കെ എത്ര ക്ലിയറായിട്ടാണ് എഴുതി വെച്ചിരിക്കണേ. ഇത് മനസ്സിലാകാതെ ദൈവവചനം വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റണില്ല. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയണില്ലേ, എൻ്റെ ഹൃദയം തുറന്നു തരാം.
അതിൽ എമാവൂസിൽ പോയ ശിഷ്യന്മാർക്ക് വചനം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45 തോന്നുന്നു. ആ വാക്യത്തിൽ പറയുന്നുണ്ട്, അവരുടെ മനസ്സ് അവൻ തുറന്നു. നമ്മുടെ മനസ്സും തുറക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുറക്കുമ്പോഴാണ് ഈ വചനങ്ങളിൽ എഴുതപ്പെട്ടതിൻ്റെ പൊരുൾ നമുക്ക് കിട്ടുള്ളൂ. അത് കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താകുക. അപ്പോഴാണ് നമ്മുടെ കുരിശ് അനുഗ്രഹീതാവുക. അപ്പോൾ നമ്മൾ വചനത്തിൽ വായിച്ചു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എൻ്റെ അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് വരണം. ഇത് വചനമുണ്ട്, ഇത് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. എടുക്കാനുള്ള വഴിയും കൂടി അതിനോട് ചേർന്നുള്ള വചനങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ യെശയ്യായുടെ 53-ാം അധ്യായത്തിൽ ആ വാക്യം ഞാൻ പറഞ്ഞു, എങ്ങനെ കുരിശെടുക്കണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ വിധത്തിൽ നമ്മുടെ മനസ്സ് തുറക്കപ്പെടുമ്പോഴാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന എന്നെ അനുഗമിക്കുന്നവൻ അനുദിന കുരിശെടുത്ത് വരാൻ പറഞ്ഞ വാക്യം അർത്ഥവത്താവുള്ളൂ. അത് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പം നമ്മളെപ്പോഴും വചനങ്ങളുടെ പൊരുൾ തമ്പുരാൻ നമുക്ക് തുറന്നു തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് അതിലൂടെ എന്താ തമ്പുരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എഴുതപ്പെട്ട കാലത്ത് ഉള്ള സാഹചര്യമല്ലല്ലേ ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. ആ സാഹചര്യമല്ല. പക്ഷേ ഏത് കാലത്തുള്ള മനുഷ്യർക്കും എടുക്കാൻ പറ്റിയ വിധത്തിലെ ഇതിലെ വചനങ്ങൾ. അതാ ഈ വചനത്തിൻ്റെ അർത്ഥം. അതിൻ്റെ ഉള്ളിൽ അത്രയും പൊരുൾ മറച്ചു വെച്ചിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് തുറന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിലെ നിസാര കാര്യങ്ങൾ പോലും ദൈവഗീത പ്രകാരം എടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സപ്പോർട്ട് നമുക്ക് വേണം. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തി തരണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ നിമിഷവും, ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ് ഇങ്ങനെ തുടങ്ങിയാൽ അവസാനിക്കുന്നത് പരിശുദ്ധാത്മാവിലായിരിക്കും. ഞാൻ തന്നെ ശ്രദ്ധിക്കണ ഒരു കാര്യമാണ്. കാരണം ഇതെല്ലാം പരിശുദ്ധാത്മാവില്ലാതെ നടക്കില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിട്ട് ഈശോ പോയത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ അതുപോലെ കൂട്ടുപിടിക്കണം. നമ്മൾ അതുപോലെ കൂട്ടുപിടിക്കണം, അല്ലാതെ നമുക്ക് കിട്ടില്ല. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് നടക്കുമ്പോഴാണ് വചനത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവുക. ഇത്രയും നിസ്സാര കാര്യത്തിനാണ് ഞാൻ ഇതുവരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്നേ, അല്ലെങ്കിൽ ഇതുവരെ എനിക്ക് ഒരിക്കലും കിട്ടില്ലാത്തൊരു കാര്യമായി ഞാൻ കണ്ടത് ഇതായിരുന്നു എന്ന് നമുക്ക് വെളിപ്പെടുക. ഈശോ ആ കുരിശിലൂടെ മഹത്വപ്പെട്ടു. അതായത് അതുവരെ ആ കുരിശുമരണം യഹൂദരുടെ കാലത്തുള്ളതാണ്. അവർ കൊടുക്കണ ഒരു പണിഷ്മെൻ്റാണ്, ശപിക്കപ്പെട്ട മരണമായിട്ട് കൊടുക്കണേ. പക്ഷേ ഈശോ ആ കുരിശിൽ കയറിയപ്പോൾ ആ കുരിശുമരണം മഹത്വമുള്ളതായി, അല്ലെങ്കിൽ അനുഗ്രഹമായി മാറി. പക്ഷേ ഈശോയുടെ ഒപ്പം ഉണ്ടായ 2 കള്ളന്മാരുണ്ടായിരുന്നു അല്ലേ. അവർ കുരിശുമരണം തന്നെയായിരുന്നു. തെറ്റുകൾ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അവർ തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പണിഷ്മെൻറ്റ്. ഈശോ തെറ്റ് ചെയ്തില്ല. പക്ഷെ അവർ കുരിശുമ്മ കിടക്കുമ്പോൾ നടുവിൽ ഈശോ ആയതുകൊണ്ട് 2 പേർക്ക് ഈശോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലേ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഒരു കള്ളന് ഒട്ടും പറ്റിയില്ല. ഒരു കള്ളന് പകുതിയായപ്പോൾ അവൻ്റെ ഹൃദയം തുറന്നു. പരിശുദ്ധാത്മാവ് അവനിലുള്ള നന്മ കണ്ട് ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കി. അപ്പോൾ അവനത് അനുഗ്രഹമായി, അവൻ സ്വർഗത്തിലേക്ക് കയറി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ കുരിശുകളും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ വരുമ്പോഴാണ് അതിലേക്ക് നമ്മൾക്ക് കറക്റ്റായിട്ട് വെളിച്ചം വീശുള്ളൂ. അപ്പോഴാണ് നമ്മളിത് സ്വീകരിക്കുകയുള്ളൂ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളാണ്, ജപമാല ചൊല്ലാറുണ്ട്, പ്രാർത്ഥനകൾക്കൊക്കെ പോവാറുണ്ട്. ഇതെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ നമ്മൾ എടുക്കേണ്ട കുരിശ് വേണ്ട വിധത്തിൽ എടുത്തില്ലെങ്കിൽ കാര്യമുണ്ടോ? എൻ്റെ പ്രാർത്ഥനയൊക്കെ വെറുതെയാണ്. ഞാനിങ്ങനെ ഈ പ്രാർത്ഥനകൾക്ക് പോണ സമയങ്ങളൊക്കെ വേസ്റ്റാണ്. അത് മനസ്സിലാക്കണം. ഇനി നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് കുരിശാവാനും പാടില്ല. അവിടെയും നമ്മൾ കുരിശെടുക്കണം. എന്ന് വെച്ചാൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നേരത്തെ എണീറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അല്ലാതെ അവിടുത്തെ കാര്യങ്ങൾ അവിടെ ഇട്ടിട്ട് വന്നാൽ, ഞാനിവിടെ പ്രാർത്ഥിക്കാനിരുന്നു, പക്ഷെ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഞാൻ വലിയ കുരിശ് ഉണ്ടാക്കി കൊടുത്തു. തിരിച്ച് ചെല്ലുമ്പോൾ ആ കുരിശ് കിട്ടിയതിലുള്ള ദേഷ്യമായിരിക്കും അവർ നമ്മളോട് കാണിക്കുക. അപ്പം നമ്മൾ ആ കുരിശ് അവർക്ക് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ പ്രാക്ടിക്കലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അതിനുവേണ്ടി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം, നേരത്തെ എണീക്കണം. അതെനിക്കൊരു സഹനം. അപ്പോൾ ഒരു കുരിശായില്ലേ, അത് ഞാൻ എടുത്തു, എല്ലാ പണികളും ചെയ്തു, ഓടിപ്പടഞ്ഞ് അവിടെ നിന്ന് ബസ്സിൽ കയറി വന്നു. അപ്പോൾ ബസ് പോയി വരണം.
അത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ എത്തേണ്ട സമയത്ത് ആ ബസ് കടന്നുപോയി. അപ്പോഴോ എന്താ പറയുക നമ്മൾ, പക്ഷെ അതൊരു കുരിശല്ലേ, ആ കുരിശ് എടുക്കണം, അത് പരിശുദ്ധാത്മാവ് വെളിച്ചം തരണം. അപ്പോൾ പറയണം അത് സാരില്ല, 8:28 വചനത്തിൻ്റെ അഭിഷേകത്തിൽ ഇത് നന്മയാക്കി മാറ്റും. അങ്ങനെ വിചാരിച്ച് നമ്മൾ നിൽക്കുമ്പോഴായിരിക്കും ആരെങ്കിലും അതിൽ പോകുമ്പോൾ കാറ് പോണ്ടാവും, അങ്ങനാണോ എന്നാൽ പോവാന്ന് പറയാം. ഇങ്ങനെയാണ്, ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കണം. അത് ആദ്യം സംഭവിച്ചത് എനിക്ക് നന്മയ്ക്കാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഒരു ബുദ്ധിമുട്ടായിരുന്നു, അതിന് ഞാൻ അങ്ങനെ എടുത്തപ്പോൾ എൻ്റെ മനസ്സിലെ ബോധ്യത്തിൽ അത് വന്നപ്പോൾ നന്മയായി അവിടെ സംഭവിച്ചു. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ എല്ലാം എടുക്കാനുള്ളൊരു കൃപ അത് നമ്മൾ ചോദിച്ച് വാങ്ങണം. ഓരോ തിരുനാളുകൾ വിശുദ്ധരെ ഓർമ്മിക്കുമ്പോഴൊക്കെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത അതിലൂടെ ഇപ്പോൾ ഫൗസ്റ്റീന പുണ്യവതിയോട് ഈശോ പറഞ്ഞില്ലേ, ഓരോ മണിക്കൂറിനും ഓരോ സ്പെഷ്യൽ കൃപകളാണ്, അത് കഴിഞ്ഞാൽ അത് കിട്ടില്ല. അപ്പോൾ ആ കൃപകൾ, അതാത് മണിക്കൂറിൻ്റെ കൃപകൾ നേടിയെടുക്കാനായിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥനയോടെ ജാഗരൂകരായിരിക്കണം. ഇതിനാണ് ഈ ജാഗരൂകരായിരിക്കുക എന്ന് ഈ വചനത്തിൽ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ജാഗ്രതയെ നമുക്ക് വേണ്ടത്. എനിക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് വരുന്നതിനെയൊക്കെ ദൈവം കാണുന്നത് പോലെ കാണാൻ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സ്വീകരിക്കാൻ, അങ്ങനെ ഒരുങ്ങാനാണ് നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത്. സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ സാഹചര്യങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റി നമുക്ക് എടുക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിൽ വരുമ്പോൾ, ഇപ്പം ഞാൻ സാഹചര്യം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ജീവിതത്തിലെ കുരിശുകളാണ്, ശരീരത്തിൻ്റെ അസ്വസ്ഥതകളായിരിക്കും, രോഗത്തിൻ്റെ മേഖലകളായിരിക്കും, എന്തോ ആയിക്കോട്ടെ. എത്ര പ്രാർത്ഥിച്ചിട്ടും മാനസാന്തരം വരാത്ത നമ്മുടെ മക്കളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കും, അല്ലേ? ഇതൊക്കെ കുരിശ, എനിക്ക് അനുവദിക്കപ്പെട്ട കുരിശ. ഈ കുരിശ് എടുക്കാനുള്ളൊരു വലിയ കൃപ ഇന്ന് നമ്മൾ ചോദിച്ചു വാങ്ങണം. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ തലമുറേനെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ തലമുറേനെ രക്ഷപ്പെടുത്താന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വലിയ ഉത്തരവാദിത്ത. തലമുറകളെ, വരാനിരിക്കുന്ന തലമുറയെ, കടന്നുപോയ തലമുറയും, ഇത് രണ്ടും ഈ മധ്യത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈശോയോട് ചേർന്ന് ഈശോ കുരിശ് സ്വീകരിച്ചതുപോലെ ഈശോയ്ക്ക് കൊടുത്ത എല്ലാ ആനുകൂല്യങ്ങളും ദൈവപിതാവ് നമുക്ക് തരുന്നുണ്ട് കുരിശ് സ്വീകരിക്കാൻ. ഈശോയ്ക്ക് കൊടുത്ത എല്ലാ, ദൂതനെ അയച്ചു കൊടുത്ത് ആ സഹായം, പരിശുദ്ധ അമ്മയുടെ സഹായം, വേറോനിക്കയുടെ സഹായം, ശിമയോൻ്റെ സഹായം, ഇതെല്ലാം ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ചു തരുന്നുണ്ട്. തിരിച്ചറിഞ്ഞു സ്വീകരിച്ച് കുരിശിനെ മഹത്വപ്പെടുത്താൻ, നമ്മുടെ ജീവിതങ്ങളെ മഹത്വപ്പെടുത്താൻ ഇന്നേ ദിനം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപ ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും അതെല്ലാം ഈശോയുടെ മുൻപിലേക്ക് അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ചകൾ, തലമുറകളിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വീഴ്ചകൾ, സാമ്പത്തിക മേഖലയിലുള്ള കെട്ടുപാടുകൾ, അതെല്ലാം ഞങ്ങൾ ഈ നിമിഷം നിൻ്റെ മുൻപിലേക്ക് തരുന്നു. നീ കുരിശിലൂടെ ഞങ്ങൾക്ക് രക്ഷ നേടിത്തന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഈ കുരിശുകളൊക്കെ നിൻ്റെ സാന്നിധ്യത്തിൽ സ്വീകരിക്കാൻ, അതിലൂടെ ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളൊക്കെ മഹത്വപ്പെടാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ. അതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഇന്ന് ഞങ്ങൾക്ക് തരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നമ്മുടെ ജീവിത മേഖലകളിൽ, നമ്മുടെ ബോധ്യതലത്തിൽ ഉണ്ടാകുവാൻ ആഗ്രഹിച്ച് നമുക്കൊന്ന് ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി നന്ദി നന്ദി, സ്തുതി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ നഷ്ടമാക്കിയ കുരിശുകളെ ഓർത്ത് കാലത്തെ ചെറിയ പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിവേ നന്ദി, ശിവേ നന്ദി, ശിവേ സ്തുതി.